എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? കഴിഞ്ഞല്ലോ സർ. NC 72 എന്നാണ് എഴുതുന്നത്, 72. NC 72, NQ 64, N ഗാമ 95. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം ഞാൻ. A footing 2.5 meter square rests at a depth of 1 meter below the ground surface on a sand. The saturated unit weight of the sand is 20 kilonewton per meter cube. Gamma above, gamma means unit weight of the soil above water table is 17 kilonewton per meter cube. The shear parameters are C is equal to 0, phi equal to 40 degree. Determine net ultimate bearing capacity. In the above problem, if the water table rises to footing level, what will be the percentage change in the value of net ultimate bearing capacity? Given NC is equal to 72, NQ is equal to 64, N gamma is equal to 95. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ഫൂട്ടിംഗ് ഉണ്ട്, 2.5 മീറ്റർ സ്ക്വയർ സൈസിലുള്ള ഫൂട്ടിംഗ് ആണ്. 1 മീറ്റർ ഡെപ്തിലാണ് ആ ഫൂട്ടിംഗ് ഗ്രൗണ്ട് സർഫസിൽ നിന്നുള്ളത്. സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റും ബാക്കി ഷിയർ പാരാമീറ്റേഴ്സും കൊഹഷൻ്റെ വാല്യൂ എല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുവാണ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാണാൻ, നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാണാൻ. ഓക്കെ, രണ്ടാമത് ചോദിച്ചിരിക്കുകയാണ് വാട്ടർ ടേബിൾ റൈസസ് ടു ഫൂട്ടിംഗ് ലെവൽ. വാട്ടർ ടേബിൾ ഫൂട്ടിംഗ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി. അങ്ങനെ വാട്ടർ ടേബിൾ ഫൂട്ടിംഗ് ലെവലിൽ വന്നു കഴിയുമ്പം എത്രമാത്രം പെർസെൻറ്റേജിൽ വേരിയേഷൻസ് ഉണ്ട്, പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ട് നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിയിൽ. കണ്ടുപിടിക്കാമോ? എങ്ങനെ ചെയ്യും? ആദ്യത്തെ കേസിൽ വാട്ടർ ടേബിൾ എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടോ? വാട്ടർ ടേബിളിന്റെ പൊസിഷൻ ഫസ്റ്റ് കേസിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. 20 കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. വാട്ടർ ടേബിൾ എവിടെയാണെന്ന് പറഞ്ഞില്ല. അപ്പം നമുക്ക് വാട്ടർ ടേബിൾ എവിടെയോ ഉണ്ട്, അതിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ ടേബിളിന്റെ പൊസിഷൻ അറിയില്ല. അപ്പം സാധാരണ എന്ത് കണ്ടുപിടിക്കണം? നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. വാട്ടർ ടേബിൾ ഇല്ലാതെ എന്ത് ചെയ്യണം? നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ. രണ്ടാമത് പിന്നെ പറഞ്ഞാൽ വാട്ടർ ടേബിൾ റൈസ് ചെയ്ത് ഫൂട്ടിംഗ് ലെവലിൽ. അപ്പം വാട്ടർ ടേബിൾ എന്ത് ചെയ്യണം? ഫൂട്ടിംഗ് ലെവലിലായിരിക്കുമ്പോൾ ഉള്ള നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? പെർസെൻറ്റേജ് ചേഞ്ച്. ആദ്യത്തെ കേസിൽ വാട്ടർ ടേബിൾ ഇല്ല എന്നുള്ള കൺസിഡറേഷനിൽ ചെയ്യണം. രണ്ടാമത്തെ ഇതിൽ വാട്ടർ ടേബിൾ ഫൂട്ടിംഗ് ലെവലിലാണ് എന്നുള്ള രീതിയിൽ നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയണത് എങ്ങനെ കാണാം? ഫസ്റ്റ് വൺ, അതായത് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഇനീഷ്യൽ എത്രയായിരുന്നു, അത് മൈനസ് ഫൈനൽ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ബിയറിംഗ് കപ്പാസിറ്റി ഇൻറ്റു 100 ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? പെർസെൻറ്റേജ് ചേഞ്ച് കിട്ടും. ക്ലിയർ ആയോ? അപ്പം ആദ്യത്തേൽ ടേബിൾ തന്നിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് യൂണിറ്റ് വെയിറ്റ് തന്നൂന്നേ ഉള്ളൂ, പക്ഷേ നമ്മളോട് പൊസിഷൻ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ പ്രോബ്ലത്തിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ ഇല്ലാതെയാണ് നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാണേണ്ടത്. അതിനുശേഷം രണ്ടാമതാണ് വാട്ടർ ടേബിൾ എന്ത് ചെയ്തത്? ഗ്രൗണ്ട് ഫൂട്ടിംഗ് ലെവലിലേക്ക് വന്നത്. അപ്പോൾ ഉള്ള നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ആദ്യം എഴുതുക കേസ് 1.
കേസ് 1 കൊടുക്കുക. അതിൽ വേണമെങ്കിൽ പ്രത്യേകിച്ച് എന്താ കൊടുക്കണേ, വാട്ടർ ടേബിൾ പൊസിഷൻ ഇല്ല, വാട്ടർ ടേബിൾ പൊസിഷൻ ഈസ് നോട്ട് ഗിവൺ എന്ന് വേണേൽ കൊടുത്തോ. കേസ് 1 വാട്ടർ ടേബിൾ പൊസിഷൻ ഈസ് നോട്ട് ഗിവൺ. എന്നിട്ട് നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക. ക്യു എൻ യുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ക്യു എൻ യു എങ്ങനെ കാണാം? നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എങ്ങനെ കാണാം? കേസ് 1 എന്ന് കൊടുക്കുക, വാട്ടർ ടേബിൾ പൊസിഷൻ ഈസ് നോട്ട് ഗിവൺ എന്ന് ഹെഡിങ് കൊടുക്കുക. അന്നേരം നെറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആണ് കാണണ്ടേ, അതായത് ക്യു എൻ യു. ക്യു എൻ യു എങ്ങനെ കണ്ടുപിടിക്കാം? ക്യു എൻ യു എങ്ങനെ കണ്ടുപിടിക്കാം? QU minus QU minus DF. ക്യു യു മൈനസ് ഗാമ ഡി എഫ് ആണ്. ക്യു യു എങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. അപ്പോൾ സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ ഒന്നും പറയാത്ത സാധാ ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ക്യു യു ആദ്യം കാണുക, അതിനുശേഷം ക്യു എൻ യു കണ്ടുപിടിക്കുക. വേഗം കണ്ടുപിടിച്ചേ. ഏതാ ഇക്വേഷൻ ക്യു യു കാണാനുള്ള? 1.2 CNC 1.2 CNC പ്ലസ് ഗാമ ഡി എഫ് എൻ ക്യു പ്ലസ് 0.4 ഗാമ ബി എൻ ഗാമ. ആ ഇക്വേഷൻ യൂസ് ചെയ്ത് ക്യു യു കാണാം, അതിനുശേഷം ക്യു എൻ യു കണ്ടുപിടിക്കുക ആദ്യത്തെ കേസിൽ. സൈഡിൽ വേണേൽ ഫിഗർ വരയ്ക്കാം കേട്ടോ. വാട്ടർ ടേബിളിൻ്റെ പൊസിഷനൊന്നുമില്ല, സാധാരണ ഒരു ഫൂട്ടിംഗ് ആണ്. ആ ഫൂട്ടിങ്ങിൻ്റെ ഫിഗർ വരച്ച് നിങ്ങൾ നോക്കുക, തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇങ്ങനെ വേണൊരു ഫിഗർ വരയ്ക്കാം. ഡെപ്ത് 1 മീറ്റർ ആണ്, 2.5 മീറ്റർ ആണ് ഇതിൻ്റെ ഇത്. ഓക്കെ, അപ്പോഴുള്ള ക്യു എൻ യു ആണ് കാണേണ്ടത് ആദ്യത്തെ കേസിൽ. ഈ വാട്ടർ ടേബിൾ ഫുട്ടിംഗ് ലെവൽ വരുമെന്ന് ഉദ്ദേശിച്ച ഈ ബോട്ടം അല്ലേ, ബോട്ടം ഫുട്ടിംഗ് അല്ലേ? ബോട്ടം ഫൂട്ടിങ്, ഗ്രൗണ്ട് സർഫസ് അല്ല, ഫൂട്ടിങ് ലെവലിൽ. ഫൂട്ടിങ് എവിടെ ഇരിക്കണേ? ഗ്രൗണ്ട് സർഫസിൽ നിന്ന് 1 മീറ്റർ താഴെ. ക്യു യു കിട്ടിയോ ആദ്യത്തെ കേസിൽ? രണ്ടായിരത്തി 2703. ഇനി ക്യു എൻ യു കണ്ടുപിടിക്ക് കേസ് 1. ക്യു എൻ യു കണ്ടുപിടിക്കണം ഇനി.
കിട്ടിയോ ക്യൂ എൻ യു? 2686. 2686. ഇനി കേസ് 2 ഹെഡിങ് കൊടുക്കുക. കേസ് 2 എന്താണ്? വാട്ടർ ടേബിൾ റൈസസ് ടു ഫൂട്ടിംഗ് ലെവൽ. അപ്പോൾ നമ്മുടെ ഫിഗർ എങ്ങനെ ഇരിക്കും? ഈ ഫിഗർ തന്നെ, പക്ഷെ വാട്ടർ ടേബിൾ എവിടെ വരും? ഫൂട്ടിംഗ് ലെവലിലാണ്. ഇവിടെയായിരിക്കും വാട്ടർ ടേബിൾ. അപ്പം ഫൂട്ടിംഗ് ലെവൽ റൈസസ് ടു വാട്ടർ ടേബിൾ റൈസസ് ടു ഫൂട്ടിംഗ് ലെവൽ എന്ന് ഹെഡിങ് കൊടുക്കുക. കേസ് 2 വെൻ വാട്ടർ ടേബിൾ റൈസസ് ടു ഫൂട്ടിംഗ് ലെവൽ എന്ന് കൊടുക്കുക. അതിനുശേഷം ക്യു യു ക്യു എൻ യു കണ്ടുപിടിക്കുക. അപ്പോൾ വാട്ടർ ടേബിളിൻ്റെ ഇത് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. വാട്ടർ ടേബിൾ റൈസ് ചെയ്യുമ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? വാട്ടർ ടേബിൾ ഫൂട്ടിംഗ് ലെവലിലേക്ക് വരുമ്പോൾ ഈ മുകളിലത്തെ ഇക്വേഷനിൽ എന്ത് വ്യത്യാസമാണ് വരുത്തേണ്ടത്? ക്യു യു കാണാൻ ഗാമ ഡാഷ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ടേമിൽ ഗാമ ഡാഷ് വരും. അതാണ് വ്യത്യാസം വരിക. ആ ഗാമ ഡാഷ് കാണാനാണ് നമുക്ക് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇതിലപ്പോ ക്യൂ എൻ യു ആണെന്നിടത്തും ഗാമ ഡാഷ് വരണം. വേണ്ട, കാരണം വാട്ടർ ടേബിൾ എവിടെ ഇരിക്കണേ? ഫൂട്ടിംഗ് ലെവലില്. ഗ്രൗണ്ട് സർഫസിലായിരുന്നെങ്കിൽ ഗാമ ഡാഷ് കൊടുക്കണം. വാട്ടർ ടേബിൾ ഫൂട്ടിംഗ് ലെവലിലേക്ക് റൈസ് ചെയ്യുമ്പോൾ ഉള്ള ക്യു യു കണ്ടുപിടിക്കുക, ക്യു എൻ യു കണ്ടുപിടിക്കുക.
കിട്ടിയോ? ആ കിട്ടി മിസ്സേ. 038 2021. അതെ. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞിരുന്ന ഇതല്ല, പെർസെൻറ്റേജ് ചേഞ്ച് ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ കാണണം? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഉള്ള ബിയറിംഗ് കപ്പാസിറ്റി, അതായത് വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ അറിയാത്ത ബിയറിംഗ് കപ്പാസിറ്റി മൈനസ് ഫൈനൽ ബിയറിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ബിയറിംഗ് കപ്പാസിറ്റി ഇൻറ്റു 100 ആയിരിക്കും. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ബിയറിംഗ് കപ്പാസിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ ബിയറിംഗ് കപ്പാസിറ്റി മൈനസ് ഫൈനൽ ബിയറിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ബിയറിംഗ് കപ്പാസിറ്റി ഇൻറ്റു 100 ചെയ്യണം. കിട്ടിയോ? 24.76. ആ കിട്ടി മിസ്സേ. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ഇപ്പം വാട്ടർ ടേബിളിൻ്റെ പൊസിഷനിൽ 3 പ്രോബ്ലം ചെയ്തു. ഇതിൻ്റെ തൊട്ട് മുകളിൽ ഒരു പ്രോബ്ലം ഉണ്ട്. സാധാരണ ഇതാണ്, പല പൊസിഷൻ വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ പറഞ്ഞിട്ട് കണ്ടോ ചെയ്യാനായിട്ട്. ഇതായിരുന്നു ഫസ്റ്റ് പ്രോബ്ലം, ഞാൻ ചെയ്യിച്ചിട്ടില്ല, അത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. എല്ലാ 4 കേസുള്ള 4 കേസിൽ ഓരോ പൊസിഷൻ എവിടെയാണ് വാട്ടർ ടേബിൾ, ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഒരു പ്രോബ്ലം നമ്മൾ അതുപോലത്തെ ചെയ്തായിരുന്നു, അതാണ് കേട്ടോ ഞാനിത് ഒഴിവാക്കിയത്. ദെൻ ഇനിയുള്ളത് 2 ടോപ്പിക്കും കൂടെ ഉള്ളു ഈ മൊഡ്യൂളിൽ. ഒന്ന് ഇനിയുള്ളൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇഫക്റ്റ് ഓഫ് വാട്ടർ ടേബിൾ ബിയറിംഗ് ഓൺ ബിയറിംഗ് കപ്പാസിറ്റി യൂസിങ് വാട്ടർ ടേബിൾ കറക്ഷൻ ഫാക്ടേഴ്സ്. Effect of water table on bearing capacity using water table correction factors. Heading കൊടുക്കുക, effect of water table. ഈ ഫിഗർ നിങ്ങൾക്ക് കാണാമോ? ക്ലിയർ ആണോ? ആ റൈറ്റ് സൈഡില് എയും ബിയും അല്ലേ? ആ, എയും ബിയും ആണ്. ഇതാണ് വാട്ടർ ടേബിൾ, ഇവിടെ വാട്ടർ ടേബിൾ, ഈ ഡിസ്റ്റൻസ് എ ആണ്. ബേസിൽ നിന്ന് ഈ വാട്ടർ ടേബിൾ വരെയുള്ള ഡിസ്റ്റൻസ് എ ആണ്. ഇവിടുത്തെ വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ ഈ കാണിച്ചിരിക്കുന്നതാണ്. ബേസിൽ നിന്ന് ആ വാട്ടർ ടേബിൾ വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ബി ആണ്. ഓക്കെ, ഇതെന്താന്ന് പറയാം. നമുക്ക് ഒരു പ്രോബ്ലം തന്നു. ആ പ്രോബ്ലത്തിൽ വാട്ടർ ടേബിൾ ഉണ്ടെന്നും അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സോയിലിൻ്റെ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് നമുക്ക് തന്നിട്ടില്ല. ക്ലിയർ ആയോ? ഒരു പ്രോബ്ലം ഉണ്ട്, വാട്ടർ ടേബിൾ എവിടെയാണെന്നൊക്കെ ഉള്ള എക്സാക്റ്റ് പൊസിഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പക്ഷേ എന്താണ്, സോയിലിൻ്റെ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് നമുക്ക് തന്നിട്ടില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ യൂഷ്വലി വാട്ടർ ടേബിൾ കറക്ഷൻ ഫാക്ടർ യൂസ് ചെയ്തുകൊണ്ട് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയോ? സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തരാത്ത കണ്ടീഷൻസിലാണ് നമ്മൾ യൂഷ്വലി വാട്ടർ ടേബിൾ കറക്ഷൻ ഫാക്ടർ കൊടുത്തുകൊണ്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, QU is equal to CNC plus gamma DF WQ NQ plus 0.5 gamma B N gamma WR. WQവും WRും ആണ് വാട്ടർ ടേബിൾ കറക്ഷൻ ഫാക്ടേഴ്സ്. ഓക്കെ, ഈ WQവും
ആറും കാണാനുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഡബ്ല്യു ക്യു എന്ന് പറയുന്നത് വാട്ടർ ടേബിൾ കറക്ഷൻ ഫാക്ടർ ഫോർ സെക്കൻഡ് ടേം. അതായത് നമ്മുടെ ഇക്വേഷനിൽ 3 ടേമുകളുണ്ട്. ആദ്യത്തെ ടേമാണ് CNC, രണ്ടാമത്തെ ടേമാണ് ഗാമ DF/NQ, മൂന്നാമത്തെ ടേമാണ് 0.5 B ഗാമ N ഗാമ. അങ്ങനെ 3 ടേമുള്ള ഇക്വേഷനിൽ രണ്ടാമത്തെ ടേമിന് കൊടുക്കുന്ന വാട്ടർ ടേബിൾ കറക്ഷൻ ഫാക്ടർ ആണ് WQ. അതെന്ന് പറയുന്നത് 1 - 0.5 A ഡിവൈഡഡ് ബൈ DF ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. A എന്ന് പറഞ്ഞാൽ ബേസിൽ നിന്ന് വാട്ടർ ടേബിൾ എവിടെയാണോ ഇരിക്കുന്നത് അതുവരെയുള്ള ഹൈറ്റ് ആണ്. അതായത് ഗ്രൗണ്ട് സർഫസിനും ബേസിനും ഇടയിൽ വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ എങ്കിൽ ആ പൊസിഷനിലുള്ള ഹൈറ്റ് ആണ് സ്മോൾ ലെറ്റർ A. രണ്ടാമത്തെ കറക്ഷൻ ടേം എന്ന് പറയുന്നത് WR ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് മൂന്നാമത്തെ ടേമിലാണ്. അപ്പോൾ വാട്ടർ ടേബിൾ കറക്ഷൻ ഫാക്ടർ ഫോർ തേർഡ് ടേം ആണ് WR, വിച്ച് ഈസ് ഈക്വൽ ടു 0.5 plus 0.5 into small letter b divided by capital letter B less than or equal to 1, where small letter b എന്ന് പറഞ്ഞാൽ ബേസിൽ നിന്ന് ഫൗണ്ടേഷൻ്റെ ബേസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണോ വാട്ടർ ടേബിൾ ഇരിക്കുന്ന ആ ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ B. ക്യാപിറ്റൽ ലെറ്റർ B എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൂട്ടിങ്ങിൻ്റെ സൈസ്, വിഡ്ത്താണ് B എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഗാമ സാറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലാണ് നമ്മൾ ഈ 2 വാട്ടർ ടേബിൾ കറക്ഷൻ ഫാക്ടേഴ്സ് കൊടുത്തുകൊണ്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് വാട്ടർ ടേബിളിൻ്റെ ഇക്വേഷൻ എടുത്ത് നോക്കിയാൽ അറിയാം. നമ്മൾ എല്ലാ കണ്ടീഷനിലും, അതായത് വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ വന്ന് കണ്ടീഷൻസ് കൊടുക്കുമ്പം നമ്മൾ സെക്കൻഡ് ടേമിലും തേർഡ് ടേമിലും ആണ് ആ വാട്ടർ ടേബിളിൻ്റെ ഇഫക്റ്റ് കൊണ്ട് സോയിലിൻ്റെ വെയിറ്റിൽ വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ടേമിലും തേർഡ് ടേമിലും ഈ കറക്ഷൻ ഫാക്ടേഴ്സ് കൊടുത്തുകൊണ്ട് സോൾവ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇതിന്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടാവും സാർ? ഇല്ല, പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ചെയ്യിക്കാം. ഇപ്പം ഇത് നിങ്ങൾ എഴുതിക്കേ, ഇക്വേഷൻ എഴുതുക. ഫിഗർ ക്ലിയർ അല്ലെങ്കിൽ ഞാൻ വേണം ഒന്നുകൂടെ വരയ്ക്കാം. ഫസ്റ്റ് ഫിഗർ ഇതാണ്. ഇതിൻ്റെ സൈസ് B ആണ്, വിഡ്ത്ത്. ഇതാണ് ഫൂട്ടിങ്ങിൻ്റെ ഡെപ്ത് DF. ഇത് ഗ്രൗണ്ട് സർഫസ് ആണ്. ഇവിടെയാണ് വാട്ടർ ടേബിൾ ഉള്ളത്. ബേസിൽ നിന്നും A മീറ്റർ ഹൈറ്റിലാണ് വാട്ടർ ടേബിൾ. അതാണ് ഈ ഫിഗർ. അടുത്ത ഫിഗർ ഇവിടെ വരയ്ക്കാം. ഇത് DF ആണ്, ഇത് വിഡ്ത്താണ്. ഇവിടെ ഒരു പോയിന്റിലാണ് വാട്ടർ ടേബിൾ. അത് ബേസിൽ നിന്ന് സ്മോൾ ലെറ്റർ B ഡിസ്റ്റൻസ് മാറിയാണ്. ഇത് വളരെ റെയറായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പ്രോബ്ലം കണ്ടിട്ടുള്ളൂ. പഠിച്ചു വയ്ക്കുക. ഇൻ കേസ് വാട്ടർ ടേബിൾ എല്ലാ ലൊക്കേഷനും ഒന്നും സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തന്നിട്ടില്ലെങ്കിലാണ് നമ്മൾ ഈ രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇതും നേരത്തെ പോലെ നമ്മളിപ്പോൾ ഒരു സ്ട്രിപ്പ് ഫൂട്ടിങ്ങിനാണ് ഈ എഴുതിയേക്കണത്. അപ്പോൾ അത് കറസ്പോണ്ടിങ് സ്ക്വയറും റെക്റ്റാങ്കിളും ഒക്കെ ആകുമ്പം സ്ക്വയറും സർക്കുലാറും ഒക്കെ ആകുമ്പോൾ ആ രീതിയിൽ ഇക്വേഷനിൽ വ്യത്യാസം വരും. സെക്കൻഡ് ടേമിലും തേർഡ് ടേമിലും മാത്രം എന്ത് ചെയ്യും? ഈ WQയും WRും വരുന്നേ ഉള്ളൂ. വാട്ടർ ടേബിള് ഫൂട്ടിങ്ങിനും ഗ്രൗണ്ട് സർഫസിനും ഇടയിൽ വരുമ്പോഴാണല്ലോ A വരുന്നത്. അപ്പോൾ കറക്ഷൻ WQ മാത്രമല്ലേ വരുള്ളൂ? WQ മാത്രമേ വരൂ. WQ എന്ന് പറഞ്ഞ ടേം വരും, WR വരില്ല. അത് പറയാം, പ്രോബ്ലം ചെയ്യിക്കാം.
വരില്ല എന്നല്ല, നമ്മൾ അവിടെ ഇക്വേഷനിൽ എയുടെ വാല്യൂ കൊടുക്കും, ബിയുടെ വാല്യൂ WQ WR നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിൽ എയുടെയും ബിയുടെയും ഡിസ്റ്റൻസിനനുസരിച്ച് ഒരു ടേമിന് വാല്യൂ കൂടുതലായിരിക്കും, ഒരു ടേമിന് വാല്യൂ കുറവായിരിക്കും. അല്ലാതെ അത് കൺസിഡർ ചെയ്യേണ്ടെന്നല്ല. പൊസിഷൻ അനുസരിച്ചാണ് ഈ WQ WRന്റെ ഇഫക്റ്റ് വരുന്നത്. പക്ഷേ വാല്യൂ ഉണ്ടാവും. അതിൻ്റെ ഇഫക്റ്റ് കൂടുതൽ വരുന്നത് വാട്ടർ ടേബിളിന്റെ പൊസിഷൻ വെച്ചിട്ടാണ്. 0 ആകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മറ്റേ ടേം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. താഴെ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഒരെണ്ണം 1- ഒരെണ്ണം 0.5+ ആണല്ലോ. അപ്പം സ്മോൾ ലെറ്റർ B 0 ആയാലും ഇപ്പുറത്തൊരു 0.5 ഉണ്ട്. A 0 ആയാലും WQന്റെ വാല്യൂ 1 വരും എങ്ങനെയാണെങ്കിലും. അപ്പോൾ ഒരിക്കലും അത് 0 ആയി അല്ലെങ്കിൽ ഫുൾ അത് ഒമിറ്റ് ആയി പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം യൂണിറ്റ് വെയിറ്റ് സോയിൽ എന്തായാലും സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഉണ്ടല്ലോ വാട്ടർ ടേബിളിന്റെ പൊസിഷൻ ഉണ്ടെങ്കിൽ. അപ്പം അതിൻ്റെ എഫക്റ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. അല്ല, ഇപ്പൊ കറക്ഷൻ ഫാക്ടർ വരില്ലല്ലോ. കറക്ഷൻ ഫാക്ടർ വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം A എന്ന് പറഞ്ഞ ടേം 0 ആണെന്ന് വിചാരിച്ചോ. അതായത് നമുക്ക് വാട്ടർ ടേബിളിന്റെ പൊസിഷൻ തന്നേക്കണത് ഇപ്പം ഈ B എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഈ WQ കണ്ടുപിടിക്കുമ്പം ആ ഇക്വേഷനിൽ WQ ഉണ്ട് ഓൾവേസ്. ആ WQ എന്ന് പറയുന്ന ഇതെടുക്കുമ്പോൾ എന്ത് പറ്റും? എയുടെ ഡിസ്റ്റൻസ് 0 ആവുള്ളൂ. അപ്പോൾ ഇവിടെ WQന് വാല്യൂ വരില്ലേ? പക്ഷേ 1 വരും. അപ്പൊ B എടുക്കുമ്പം ബിയുടെ വാല്യൂ ഉണ്ട്. അപ്പൊ ഇതിന് കുറച്ചും കൂടെ വാല്യൂ കൂടുതൽ വരും. അപ്പൊ എഫക്റ്റ് കൂടുതൽ എവിടെയായിരിക്കും? തേർഡ് ടേമിന് കുറച്ചും കൂടെ വാട്ടർ ടേബിളിന്റെ ഇഫക്റ്റ് തേർഡ് ടേമിലേക്ക് വരും. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് അത് ഒമിറ്റ് ആയി പോവല്ല ചെയ്യുന്നത്. എഴുതിയോ ഇക്വേഷൻസ്? ഇക്വേഷൻ എഴുതാൻ ഫിഗറും വരയ്ക്കണം കേട്ടോ. AB കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. എയും ബിയും എന്താന്നുള്ളത്. A എന്ന് പറയുന്നത് ബേസിൽ നിന്ന് ഗ്രൗണ്ട് സർഫസിന്റെ ഇടയിലാണ് വാട്ടർ ടേബിൾ എങ്കിൽ ആ വാട്ടർ ടേബിൾ വരെയുള്ള ഹൈറ്റ് ആണ്. സ്മോൾ ലെറ്റർ B എന്ന് പറഞ്ഞാൽ ഫൂട്ടിംഗ് ലെവലിന് താഴെയാണ് വാട്ടർ ടേബിൾ എങ്കിൽ ആ ഫൂട്ടിംഗ് ലെവൽ തൊട്ട് അല്ലെങ്കിൽ ബേസ് തൊട്ട് വാട്ടർ ടേബിൾ വരെയുള്ള ഹൈറ്റ് ആണ് സ്മോൾ ലെറ്റർ B. എഴുതിയോ? ആ കണ്ടീഷൻ മാറരുത് കേട്ടോ. << 1 > 1 അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ വാല്യൂ എടുക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പ്രോബ്ലം. എഴുതിയോ ഇക്വേഷൻ? എഴുതി കഴിഞ്ഞോ? ഹലോ, കഴിഞ്ഞു. ഓക്കെ. അതിൻ്റെ താഴെ ഒരു നോട്ടായിട്ട് എഴുതി വെച്ചോളൂ. ഫോർ ദ പ്രോബ്ലംസ് ഇൻ വിച്ച് ഗാമ സാറ്റ് ഈസ് നോട്ട് ഗിവൻ വാട്ടർ ടേബിൾ കറക്ഷൻ ഫാക്ടേഴ്സ് കൺസിഡേർഡ്. മറന്നു പോകരുത്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തന്നിട്ടില്ലെങ്കിലാണ് നമ്മൾ യൂഷ്വലി ഈ രീതിയിൽ ചെയ്യുക. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ക്വസ്റ്റ്യനിൽ തരാതിരിക്കുമ്പോഴാണ് നമ്മൾ യൂഷ്വലി വാട്ടർ ടേബിൾ കറക്ഷൻ ഫാക്ടർ നമ്മൾ അപ്ലൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് എഴുതിക്കോ. എഴുതി, നീ മാറ്റിയില്ല.
എന്നിട്ട് ആ ക്വസ്റ്റ്യനും കൂടെ എഴുതി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. ഡിറ്റർമൈൻ ദി ultimate bearing capacity for the footing 2 meter square size is laid at a depth of 1.3 meter below the ground surface. Take NC is equal to 30.14 30.14, NQ is equal to 18.4 18.4, N gamma is equal to 22.4 and gamma is equal to 20 kilonewton per meter cube, C equal to 0. First case, water table rises to the level of base. Second one, water table is 1 meter below the base. Third one, water table is 1 meter above the base. Fourth one, water table is at ground surface. Question എഴുതിയോ? Question എഴുതിയോ? ഓക്കെ, പ്രോബ്ലം നോക്കിയേ. എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്, പക്ഷേ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് നമുക്ക് തന്നിട്ടില്ല. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തന്നാലാണല്ലോ നമുക്ക് ഗാമ ഡാഷ് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ സാച്ചുറേറ്റഡ് യൂണിറ്റ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ ടേബിൾ കറക്ഷൻ ഫാക്ടർ വേണം ചെയ്യാനെന്നുള്ളത് മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, എന്ത് ടൈപ്പ് ഫൂട്ടിംഗ് ആണിത്?
സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് തന്നിരിക്കുന്നത് സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. ഞാൻ വാട്ടർ ടേബിൾ കറക്ഷൻ ഫാക്ടർ ഇക്വേഷൻ എഴുതിയപ്പം സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ വെച്ചിട്ടാണ് ഞാൻ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇത് സ്ക്വയർ ഫൂട്ടിംഗ് ആണ് എന്നും അതുകൊണ്ട് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തന്നിട്ടില്ല എന്നും നമ്മൾ ആദ്യമേ തന്നെ എഴുതി വെക്കുക. ഇറ്റ് ഈസ് എ സ്ക്വയർ ഫൂട്ടിംഗ് and gamma sat is not given, hence QU can be calculated using water table correction factors. Square footing ആണ്, saturated unit weight തന്നിട്ടോ ഇല്ല. So QU കണ്ടുപിടിക്കണമെങ്കിൽ water table correction factor വെച്ച് വേണം ചെയ്യാൻ. എഴുതിയോ? ഇനി സ്ക്വയർ ഫൂട്ടിംഗ് ആണെങ്കിൽ QU കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? 1.2 CNC പ്ലസ് ഗാമ DF NQ പ്ലസ് 0.4 ഗാമ B N ഗാമയാണ്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തരാത്തത് കൊണ്ട് ഇവിടെ എന്ത് കാണും? വാട്ടർ ടേബിൾ കറക്ഷൻ ഫാക്ടേഴ്സും കൂടെ വരും. ഇത് ഗാമയാണ്, അത് 6 ആണ്. ക്ലിയർ ആയോ? ഫോർ സ്ക്വയർ ഫുട്ടിംഗ് ആയതുകൊണ്ട് QU is equal to 1.2 CNC plus gamma DF NQ into WQ plus 0.4 gamma B N gamma into WR. എഴുതിയത് മനസ്സിലായോ? സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തരാത്തതുകൊണ്ട് വാട്ടർ ടേബിൾ കറക്ഷൻ ഫാക്ടർ അപ്ലൈ ചെയ്യണം. സെക്കൻഡ് ടേമിലും തേർഡ് ടേമിലും അത് വരും. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. അപ്പോൾ സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ ഇക്വേഷനിൽ വേണം നമ്മൾ ആ വാട്ടർ ടേബിൾ കറക്ഷൻ ഫാക്ടർ സെക്കൻഡ് ടേമിലും തേർഡ് ടേമിലും കൊടുക്കാനായിട്ട്. ഓക്കെ, ഓക്കെ. ഇനി ആദ്യത്തെ കേസ് എന്താണ്? വാട്ടർ ടേബിൾ എവിടെയായിരുന്നു? അറ്റ് rises to the level of base. ബേസിലാണ്. അപ്പൊ നമ്മൾ ആദ്യം ഫിഗർ വരച്ചു നോക്കാം. നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാൻ എപ്പോഴും ഫിഗർ വരച്ചു തന്നെ ചെയ്യണം കേട്ടോ. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം AB ആ ഡിസ്റ്റൻസ് നമുക്ക് മാറിപ്പോവാതിരിക്കാം. ഇതാണിത്. വാട്ടർ ടേബിൾ എവിടെയാണ്? ബേസിലേക്കാണ് വന്നത്. അതായത് ഇവിടെയാണ് വാട്ടർ ടേബിൾ ഉള്ളത്. ഈ ഡെപ്ത് നമുക്ക് തന്നിട്ടുണ്ട്, 1.3 മീറ്റർ ആണ്. ഈ വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയായിരുന്നു? 2 മീറ്റർ അല്ലേ? 2 മീറ്റർ ആണ്. ഇനി നിങ്ങൾ പറയണം വാട്ടർ ടേബിൾ കറക്ഷൻ ഫാക്ടർ വെച്ചാൽ ചെയ്യുന്നത്. അപ്പം WQ കാണാനുള്ള ഇക്വേഷൻ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. W ഗാമ കാണാനുള്ള ഇക്വേഷൻ വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതിക്കോ. WQ കാണാനുള്ള ഇക്വേഷൻ എന്താ? 1 മൈനസ് 0.5 സ്മോൾ ലെറ്റർ A ഡിവൈഡഡ് ബൈ DF ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. WR എന്ന് പറയുന്നത് 0.5 പ്ലസ് 0.5 സ്മോൾ ലെറ്റർ B ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ B ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇനി WQവും WRും കണ്ടുപിടിച്ചാലാണ് നമുക്ക് മുകളിലെ കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. അപ്പം WQ കാണണമെങ്കിൽ ആദ്യം A ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് പറയണം. 0. A 0 ആയിരിക്കും. അപ്പോൾ WQന്റെ വാല്യൂ എന്ത് വരും? 1 വരും. Bയുടെ വാല്യൂ എത്രയാണ്? 0 തന്നെയാണ്. അപ്പോൾ WR എന്ത് വരും? 0.5 വരും. ദെൻ QUയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. QU എത്രയാണെന്ന് കണ്ടുപിടിക്കുക.
ഇപ്പൊ ക്ലിയർ ആയോ? WQയും WRഉം ഒമിറ്റ് ആവില്ല എന്തുകൊണ്ടാന്നുള്ളത്? അത് ക്ലിയർ ആണ് സർ. ഓക്കെ. WQയുടെ വാല്യൂ എത്ര വരുന്നു പറയണേ. കിട്ടിയോ ആൻസർ? എത്ര കിട്ടി? ഹലോ, നോക്കാം. 657 കിട്ടിയോ? 657.6. കിട്ടി സർ. ഓക്കെ. ആരും മിണ്ടാതിരുന്നപ്പോൾ എനിക്ക് സംശയം മൈക്ക് കട്ടായോ. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്താ? സെക്കൻഡ് കേസ് എന്താ? സെക്കൻഡ് കേസ് എന്താ? 1 meter below base. കേസ് 2 എന്താണ്? വാട്ടർ ടേബിൾ ഈസ് 1 meter ബിലോ ബേസ് ആണ്. ഫിഗർ വരയ്ക്കാം. അപ്പോൾ ബേസ് ഇതാണ്. ബേസിൽ നിന്ന് 1 meter മാറിയാണ് വാട്ടർ ടേബിൾ. ബാക്കി ഡെപ്ത് ഒക്കെ അത് തന്നെ. 1.3 meter ആണ്. ഇത് 2 meter ആണ്. അപ്പം എയുടെ വാല്യൂ എന്ത് വരും? WQ എന്ത് വരും എന്ന് പറഞ്ഞോ. ബിയുടെ വാല്യൂ എന്ത് വരും? WR എന്ത് വരും എന്ന് പറഞ്ഞു. A0. A0 ആയിരിക്കും. B1. WQയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 1 ആയിരിക്കും. WR എത്ര വരും എന്ന് പറഞ്ഞു. Oil 75. 0.75. QU കണ്ടുപിടിച്ചു.
നിങ്ങൾ ഈ ഡബ്ല്യു ക്യൂവും ഡബ്ല്യു ആറും കാണുമ്പോൾ ഇതിന്റെ ഇപ്പുറത്തൊരു കണ്ടീഷൻ ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പ്രോബ്ലം. അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഡബ്ല്യു ക്യൂവും ഡബ്ല്യു ആറും ആ രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. ഇതൊരാൾ കണ്ടുപിടിച്ച് വെച്ചേക്കണെയാണ്. ഇതല്ലെങ്കിൽ എന്ത് എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. അപ്പം വേറൊരു സയന്റിസ്റ്റ് വേറൊരു രീതിയിൽ കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും ഇതിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ. അത് പഠിക്കാനില്ലല്ലോ. ഇല്ല. ഇനി ആകെ ഒരു കാര്യം കൂടെ ഉള്ളൂ ഇതിനകത്ത്. നിങ്ങൾ ബ്രേക്ക് വേണ്ടെങ്കിൽ നമുക്ക് 9 മണിയാകുമ്പോഴേക്കും തീർക്കാം. ബ്രേക്ക് വേണമെങ്കിൽ പിന്നെയും കയറുമ്പോൾ താമസം വരും. GT1 അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല പാസ്സാവാൻ GT2. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇക്വേഷൻസ് കുറവുണ്ട്. അത് പഠിക്കാതെ നമുക്ക് രക്ഷയില്ല. ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. പിന്നെ 4 മൊഡ്യൂൾ മാത്രം പഠിച്ചിട്ട് പോകരുത് കേട്ടോ. പഠിക്കുമ്പോൾ 5 മൊഡ്യൂൾ പഠിക്കുക. QU എത്ര കിട്ടിയേ? അത്രയും കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ കേസ് തന്നെ ചെയ്യൂല്ലേ? എന്നെ അടുത്ത 2 കേസ് ചെയ്ത ആൻസർ പറ. ഫിഗർ വരച്ച് നോക്കി. കേസ് 3. വാട്ടർ ടേബിൾ എവിടെയായിരുന്നു? 1 മീറ്റർ എബോവ് ബേസ് അല്ലേ? എയുടെ വാല്യൂ എന്ത് വരും? കറസ്പോണ്ടിങ് WQ. ബിയുടെ വാല്യൂ എന്ത് വരും? കറസ്പോണ്ടിങ് WR. എയുടെ വാല്യൂ എത്രയാ? 1. WQ 0.61 വരും. ബിയുടെ വാല്യൂ 0 ആയിരിക്കും. WR 0.5. ദെൻ QUന്റെ കണ്ടുപിടിക്കും.
കിട്ടിയോ? ക്യൂയുടെ വാല്യൂ 475.8 75ആണോ 71ആണോ? 71. 471.02. 471.02 അതാണ് എനിക്കും കിട്ടിയേക്കണേ. ക്യൂ 471 അതാണ് കറക്റ്റ്. 471. WQന്റെ വാല്യൂ 0.62 ആണ്. അത് ആ ഡെസിമൽ ഇട്ടതിൻ്റെ വേരിയേഷൻ ആയിരിക്കും. അത്രയും വേരിയേഷൻ വരും ഡെസിമൽ മാറുമ്പോൾ. 0.61 ഇട്ടാ ചെയ്തേക്കുന്നത് ഞാൻ. അത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുന്ന 1 റൗണ്ട് ചെയ്തതാണോ? റൗണ്ട് ചെയ്ത ഓക്കെ കുഴപ്പമില്ല. 471 475 അതാ ഡെസിമൽ റൗണ്ട് ചെയ്താൽ മതി. എപ്പോഴും റൗണ്ട് ചെയ്ത് ചെയ്യാം, അപ്പോൾ വലിയ മിസ്റ്റേക്ക് വരില്ല. ഒരേപോലെ ആൻസർ കിട്ടും എല്ലാവർക്കും. അതിന് വലിയ മാർക്കൊന്നും കുറയ്ക്കില്ല ഇങ്ങനെ ചെറിയ വേരിയേഷൻ വന്നാൽ. അപ്പോൾ അവർ ചെക്ക് ചെയ്യും എവിടെയാണ് വേരിയേഷൻ വന്നേക്കണേന്നുള്ളത്. നന്നായി പേപ്പർ നോക്കുന്നവരാണെങ്കിൽ അത് കറക്റ്റായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാർക്ക് കിട്ടും. ലാസ്റ്റ് കേസ് വേഗം ചെയ്യാമോ? കേസ് 4. WQ വന്നതേ 0.615 ആയിരുന്നു, അതുകൊണ്ട് അത് റൗണ്ട് ചെയ്ത് 62 ആക്കിയതാ. മനസ്സിലായി. 616 ഒക്കെയാണ്. 5 വരുമ്പോൾ ചിലപ്പോൾ റൗണ്ട് ചെയ്യില്ല ചിലത്. 5 കൂടുതലുണ്ടെങ്കിലേ റൗണ്ട് ചെയ്യുള്ളൂ. കുഴപ്പമില്ല, അത് മാർക്ക് വെയിറ്റേജ് തന്നോളും പ്രോബ്ലത്തിൽ ആ രീതിയിലുള്ള വേരിയേഷൻസിനൊക്കെ. ഈ പഠിപ്പിച്ച അത്യാവശ്യം നല്ല GT കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അവരത് ആ രീതിയിൽ നോക്കും. ലാസ്റ്റ് കേസ്. അറിയാത്തവരൊക്കെ പേപ്പർ നോക്കിയിട്ടാണോ എന്തോ പറയുന്നത്. അറിയാത്തവരെന്നല്ല, ചിലപ്പോൾ ഈ ഫസ്റ്റ് ടൈം എടുക്കണവരൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ട് GT പഠിപ്പിക്കും അങ്ങനെയൊക്കെ നോക്കണവരുണ്ടെങ്കിൽ ചിലപ്പം എക്സാക്റ്റ് ആ സ്കീമിൽ എന്താണോ തന്നേക്കണത് അത് മാത്രമായിരിക്കും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പോവുള്ളൂ. അങ്ങനെയും പ്രശ്നങ്ങൾ വരാം, നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ പകുതി ഭാഗ്യം പോലെ ഇരിക്കും. ഞാൻ അമലിനോടൊരു കാര്യം ചോദിക്കുന്നത്, റീവാലുവേഷന് കൊടുക്കണ്ടോ? ഞാൻ സ്കീം വേണേ അയച്ചുതരാം. ഞാനത് മറന്നുപോയി ചോദിക്കാൻ. ഞാൻ കൊടുത്തോ? കൊടുത്തു. സ്കീം വേണോ? എന്തായാലും കൊടുത്തില്ല, ഇനി വേണ്ട. വേണ്ട. ഞാനത് അന്ന് ചോദിക്കാൻ വിട്ടുപോയി. പിന്നെ ഇടയ്ക്ക് ഓർത്തു, പക്ഷെ പിന്നെ ഞാൻ മറന്നുപോയി ചോദിക്കാൻ. ഇനിയിപ്പോ നോക്കിയാ പൈസ പോയല്ലെന്നായില്ലേ. വരട്ടെ റിസൾട്ട് വെച്ചപ്പം. ശരി. ലാസ്റ്റ് കേസും കൂടെ വേഗം ചെയ്യുക. വാട്ടർ ടേബിള് ഗ്രൗണ്ട് സർഫസിലാണ്. അപ്പം എയുടെ വാല്യൂ എന്ത് വരും? WQ. ബിയുടെ വാല്യൂ എന്ത് വരും? WR. റീവാലുവേഷന് കൊടുത്ത ആർക്കെങ്കിലും സ്കീം വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ. പറഞ്ഞാൽ മതി. എത്ര വന്ന എയുടെ വാല്യൂ? 1.3 വരും. കാരണം ഗ്രൗണ്ട് സർഫസിലാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ബേസിൽ നിന്ന് വാട്ടർ ടേബിൾ വരെയുള്ള ഹൈറ്റ് ആണ്. അപ്പോൾ ഗ്രൗണ്ട് സർഫസ് ആയതുകൊണ്ട് 1.3 വരും. WQന്റെ വാല്യൂ, ബിയുടെ വാല്യൂ 0 ആണ്. ഇത് 0.5 വരും. 0.5 തന്നെയാണോ അല്ലേ? 1.3 അല്ലേ തന്നെ? അതെ. QUന്റെ വാല്യൂ ആണ്.
കിട്ടിയ ആൻസറാ? 418.4. ആ 18.4. സെക്കൻഡ് മൊഡ്യൂളിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വാട്ടർ ടേബിൾ ആണെങ്കിൽ വാട്ടർ ടേബിളിന്റെ പൊസിഷൻ ഫിഗർ വരച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ, അപ്പോൾ നമുക്ക് തെറ്റിപ്പോവില്ല. ഓക്കെ, എല്ലാവരും കിട്ടിയോ 418? ഷിജു എന്താ മിണ്ടാത്ത? മിസ്സേ ഞാൻ ഇച്ചിരി നേരത്തേക്ക് പുറത്തൊന്ന് പോകേണ്ട വന്നു. അതെന്നു വെച്ചാൽ ഒരു കക്ഷിയെ അത്യാവശ്യമായിട്ട് കണ്ട് സംസാരിക്കേണ്ട വന്നു. അതുകൊണ്ട് ഞാൻ എഴുതിയെടുത്തോളാം. അത് കുഴപ്പമില്ല, ഞാൻ ചോദിച്ചു സാധാരണ ക്ലാസ്സിൽ മിണ്ടാറുള്ള ആളായിരുന്നോ? എനിക്ക് ഇച്ചിരി തിരക്ക് കൂടിയ ഒരു ദിവസമായിരുന്നു. ഓക്കെ. അല്ല, എന്റെ ക്ലാസ് മുന്നോട്ട് പോവാറുള്ളത് ഷിജു കാരനാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പക്ഷെ ഇന്ന് എന്റെ കണക്ഷൻ മൊത്തം വിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തീറ്റിന്ന് ഇറങ്ങാൻ മേലാത്ത അവസ്ഥയിൽ ടൈറ്റിൽ ഓടാറുണ്ട്. അത് കാരണം എല്ലാം കണക്ഷൻ വിട്ടുപോയി. പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും പിടികിട്ടണില്ല. ഞാൻ ചോദിച്ചു മനസ്സിലായിക്കോളാം. മിസ്സിനെ വിളിച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക് ആണ് ഇനി. ഞാൻ ഇതും കൂടെ എടുത്തിട്ട് നിർത്തട്ടെ, 9 മണിയാകുമ്പോഴേക്കും തീർക്കാം. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാ ആ കൂടി ഈ ഒരു ചെറിയ ഇക്വേഷൻ കൊണ്ട് ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, അതും കൂടെ എടുത്തിട്ട് ഞാൻ വിടട്ടെ, ബ്രേക്ക് ഇല്ലാതെ. കുഴപ്പമുണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? അതാ എനിക്ക് അറിയട്ടെ, കാരണം അപ്പൊ 9 മണിയാകുമ്പോഴേക്കും തീർക്കാം. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ കയറണം. അപ്പൊ 9:15 തീർത്താൽ ഓക്കെ, അപ്പൊ എന്നാ അങ്ങനെ ഓടുവാട്ടെ. ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് സ്കിംടൺസ് ഇക്വേഷൻ ഫോർ കൊഹസി സോയിൽ. നമുക്കൊരു കൊഹസി സോയിലിനെ അനലൈസ് ചെയ്യാൻ വേറൊരു സയന്റിസ്റ്റ്, സ്കിംടൺ എന്ന് പറയുന്നത്, സ്കിംടന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, SKEM ആണ്, SKIM അല്ല, SKEM, സ്കിംടൺസ് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ച കാര്യമാണ്. അത് കൊഹസി സോയിലാണ് ആള് സ്റ്റഡീസ് നടത്തിയത്. അതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ, ടെർസാഗി കണ്ടുപിടിച്ച ഇക്വേഷൻ, ബിയറിംഗ് കപ്പാസിറ്റിയിൽ ടെർസാഗി കണ്ടുപിടിച്ച ഇക്വേഷനിൽ ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടർ ഉണ്ട് NC. ആ NC എന്ന് പറയുന്നത് ഒരു കൊഹസി സോയിലാണെങ്കിൽ ഡെപ്തിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും എന്നാണ് സ്കിംടൺ കണ്ടുപിടിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു? NC കണ്ടുപിടിക്കാനായിട്ട്, NC എന്ന് പറയുന്ന ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് സ്കിംടൺ വേറൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഓൺ ദി ബേസിസ് ഓഫ് DF/B, ഡെപ്ത് ടു വിഡ്ത്ത് റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് NC കാണാനായിട്ട് ഒരു ഇക്വേഷൻ സ്കിംടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഫ്രെയിം ചെയ്തു. അതാണ് കണ്ടീഷൻ പറഞ്ഞത്. DF/B ലെസ് ദാൻ 2.5 ആണെങ്കിൽ NC കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. DF/B ഗ്രേറ്റർ ദാൻ 2.5 ആണെങ്കിൽ NC കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അപ്പം സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ് നമ്മളിങ്ങനെ ഒരു കൊഹസി സോയിൽ, അത് സ്ട്രിപ്പ് ഫൂട്ടിങ്ങിനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇക്വേഷനിൽ ലെങ്ത് ഉണ്ട്. NC കാണാനുള്ള ഇക്വേഷൻ ഇവിടെ താഴെ ലെങ്ത് ഉണ്ട്, ഇവിടെ ലെങ്ത് ഉണ്ട്. ആ ലെങ്ത് നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. സ്ക്വയർ ഫൂട്ടിംഗ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? വിഡ്ത്ത് തന്നെയായിരിക്കും. ഓക്കെ, ഇനി കൊഹസി സോയിൽ ആവുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? ഫൈയുടെ വാല്യൂ 0 ആണ്, NQ 1 ആയിരിക്കും, N-ഗാമ 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് QU നമുക്ക് എങ്ങനെ കാണാം? CNC പ്ലസ് ഗാമ DF മാത്രമേ ഉണ്ടാവുള്ളൂ. നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി വരുമ്പോൾ എന്ത് വരും? CNC പ്ലസ് ഗാമ DF മൈനസ് ഗാമ DF വരും, ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? CNC. അപ്പം സ്കിംടൺസ് അനാലിസിസ് വെച്ച് ഒരു നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കൊഹസി സോയിലിൽ CNC എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷൻ മാത്രം മതി. കൊഹഷനെയും NC ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടർ NCയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നെറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്നാണ് സ്കിംടൺ പറഞ്ഞത്. ക്ലിയർ ആയോ? ഓക്കെ, ഡെപ്ത് കൂടുമ്പോൾ വ്യത്യാസം വരുമെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതല്ല, ഡെപ്ത് കൂടുമ്പോൾ കൊഹസി സോയിൽ ആണ് എങ്കിൽ NC എന്ന് പറയുന്ന ഫാക്ടർ, വേറെ ഒന്നിനെ കുറിച്ചും പുള്ളി പറഞ്ഞിട്ടില്ല. NC ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടർ നമുക്ക് 3 എണ്ണം ഉണ്ട്, NC ഉണ്ട്, NQ ഉണ്ട്, N-ഗാമയുണ്ട്. ഇത് കൊഹസി സോയിലിൽ മാത്രമേ സ്റ്റഡി നടത്തിയുള്ളൂ. അപ്പം കൊഹഷനെ റിലേറ്റ് ചെയ്യുന്ന ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടർ ഏതാ? NC ആണ്. ആ NC എന്ത് ചെയ്യും?
ഡെപ്തിനനുസരിച്ച് കൊഹസീവ് സോയിൽ ആയതുകൊണ്ട് ഡെപ്തിനനുസരിച്ച് ആ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഡെപ്തിനനുസരിച്ച് ആ ഫാക്ടറിൽ വേരിയേഷൻ ഉണ്ടെന്നാണ് സ്കിംടൺ കണ്ടുപിടിച്ചത്. അപ്പോൾ ആൾ എന്ത് ചെയ്തു, ആ എൻ സി കണ്ടുപിടിക്കാനായിട്ട് ഡി എഫ് ബൈ ഡെപ്ത് ടു വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു റേഷ്യോ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അതിനെ വെച്ചുകൊണ്ട് എൻ സി കാണാൻ 2 പുതിയ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ആ 2 കണ്ടീഷനാണിത്. ഒന്നാമത്തെ കണ്ടീഷൻ ഡി എഫ് ബൈ ബി ലെസ് ദാൻ 2.5 ആണെങ്കിൽ എൻ സി ഈ ഒരു വലിയ ഇക്വേഷൻ വെച്ചിട്ട്, രണ്ടാമത്തത് ഡി എഫ് ബൈ ബി ഗ്രേറ്റർ ദാൻ 2.5 ആണെങ്കിൽ എൻ സി എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ട്. അപ്പം ഈ 2 ഇക്വേഷൻ നോക്കിയാൽ അറിയാം ലെങ്ത് ഉണ്ട്. സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്, നമുക്ക് ഒരു സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ് കൊഹസീവ് സോയിൽ ഇരിക്കുന്നതെങ്കിൽ ആ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൻ്റെ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണം. സ്ക്വയർ ഫൂട്ടിംഗ് ആണ് നമ്മൾ ഈ സ്കിംടൺസ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ സ്ക്വയർ ഫൂട്ടിങ്ങിൻ്റെ വിഡ്ത്ത് തന്നെയായിരിക്കും. ദെൻ ബിയറിംഗ് കപ്പാസിറ്റി കാണാനുള്ള ഇക്വേഷൻ സാധാരണ ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ ഒരു കൊഹസീവ് സോയിലിൽ എന്താണ് ഇക്വേഷൻ? ഫൈയുടെ വാല്യൂ 0 ആണ്. അപ്പം എൻ ക്യൂവിൻ്റെ വാല്യൂ 1 വരും, എൻ ഗാമ 0 ആയിരിക്കും. അത് സ്റ്റാൻഡേർഡ് ആണ്, നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ത് വരും? സി എൻ സി പ്ലസ് ഗാമ ഡി എഫിനെ വരുള്ളൂ. അപ്പം നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആണെങ്കിൽ എന്ത് വരും? ക്യു യു മൈനസ് ഗാമ ഡി എഫ് ആണ് ക്യു എൻ യു എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യു യുയിൽ നിന്ന് ഗാമ ഡി എഫ് പിന്നെയും കുറയ്ക്കുമ്പോൾ ബാക്കി എന്ത് തന്നെയുള്ളൂ? സി ഇൻറ്റു എൻ സി. അപ്പോൾ നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാണാൻ ആ സോയിലിൻ്റെ കൊഹിഷനും ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടർ എൻ സി അറിഞ്ഞാൽ മാത്രം മതി നമുക്ക് നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാണാം. അങ്ങനെയാണ് ആ സയൻറ്റിസ്റ്റ് പ്രൂവ് ചെയ്തത്. ഓക്കെ, പിന്നെ നോട്ട് എഴുതുക. ഒരു പ്രോബ്ലം ഉണ്ട്, 3 മാർക്കിന് ഈ സ്കിംടൺസ് അനാലിസിസ് വെച്ചിട്ട് നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാണാൻ ഒരു തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം. ജസ്റ്റ് സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എൻ സി നമ്മൾ കണ്ടുപിടിക്കണം. ഡി എഫ് ബൈ ബി റേഷ്യോ വെച്ചിട്ട് ജസ്റ്റ് ഇൻറ്റു ചെയ്താൽ മതിയായിരുന്നു. 3 മാർക്ക്. എഴുതി കഴിയുമ്പോൾ താഴേക്ക് കാണിച്ചു തരാം കേട്ടോ. സ്കിംടൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. SKEM ആണ്. SKEMPTON. ഇക്വേഷൻ തെറ്റിച്ച് കളയരുത് കേട്ടോ. എൻ സി കാണാനുള്ള ഇക്വേഷൻ 2 കണ്ടീഷൻ വെച്ചിട്ടാണ് എൻ സി എന്ന് പറയുന്നത്. എഴുതിയോ? ആ നോട്ട് എന്താണെന്ന് വെച്ചാൽ ഫോർ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ലെങ്ത് ഓഫ് ദ ഫൂട്ടിംഗ് എൽ ഈസ് ടേക്കൺ ആസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി സിമ്പിൾ ഇട്ടതാ. ഫോർ ലെങ്ത് സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണെങ്കിൽ ലെങ്ത് ഓഫ് ദ ഫൂട്ടിംഗ് എൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കണം.
സ്ക്വയർ ഫുട്ടിങ്ങിൽ ലെങ്ത് എന്ന് പറയുന്നത് വിഡ്ത്ത് ആയിട്ട് കൺസിഡർ ചെയ്യണം. ദെൻ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആൽഫ പോലെ വന്നു. ആൽഫ പോലെ ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. എഴുതി കഴിഞ്ഞോ? ഇനി കുറച്ച് മുകളിലേക്ക് മാറ്റി. ഇത്രേ ഉള്ളൂ. ക്യു എൻ ഈസ് ഇക്വൽ ടു സി എൻ സി. ഈ ക്വസ്റ്റ്യൻ എഴുതുക. ആ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. 3 മാർക്കിന് ഒരു പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അത്. ഈ ക്വസ്റ്റ്യൻ ആണോ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞോ? എഴുതിക്കോ. പ്രോബ്ലം ചെയ്താൽ അതും കൂടെ ചേർന്ന് തീർന്നു. ക്വസ്റ്റ്യൻ എഴുതിക്കോ. നോട്ട് എഴുതി കഴിഞ്ഞെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതാം. ആ ഒരു പ്രോബ്ലം കൂടെ കഴിഞ്ഞ മൊഡ്യൂൾ തീർന്നു. മൊഡ്യൂൾസ് ചെറുതാണ്. ചെറുതാണ്. ബിയറിംഗ് കപ്പാസിറ്റി ആണ്. ഇത്ര ഉള്ളൂ. ആ സിലബസിൽ അത്രേ പറയുന്നുള്ളൂ. സിലബസ് ഇട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കണ്ടല്ലോ. സിലബസിന്റെ ഒരു ഓർമ്മയില്ല. സിലബസ് ഇട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? സിലബസ് ഇട്ടുതരാം. കഴിഞ്ഞ തവണത്തെ മൊഡ്യൂൾസ് ഒക്കെ ഭയങ്കര വലുതായിരുന്നു. അത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. GT2 പോലെയല്ല, GT1 ഒരുപാടുണ്ട്. GT1 ഫുൾ ബേസിക്സ് ആണ്. ആ ബേസിക്സ് പഠിക്കാതെ നമുക്ക് GT പഠിക്കാനേ പറ്റത്തില്ല. നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പോയി നോക്കോ, എപ്പോഴും ആ ബേസിക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ജിയോടെക്കിൽ നിന്ന്. ക്വസ്റ്റ്യൻ എഴുതിയോ? Okay. ഒരു strip footing 2 meter wide is founded at a depth of 4 meter below the ground surface. Determine the net ultimate bearing capacity using Skimpton's formula. Take gamma is equal to 20 and C is equal to 10 kilonewton per meter square. ഇതാണ് ക്വസ്റ്റ്യൻ.
ഇപ്പോൾ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ഉണ്ട്, 2 മീറ്റർ വൈഡ് ആണ്, സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ് തന്നിരിക്കുന്നത്, 2 മീറ്റർ വൈഡ് ആണ്, ഡെപ്ത് 4 മീറ്റർ ആണ്. ദെൻ നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം സ്കിം ടെൻസ് ഫോർമുല വെച്ച് നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ QU is equal to എന്താണ്? QU is equal to QNU is equal to CNC ആണ്. ഇത് നമ്മൾ അറിയണം. സ്കിം ടെൻസ് ഫോർമുല വെച്ചിട്ട് നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാണാൻ പറഞ്ഞാൽ CNC ആണ്. ഒരു കൊഹസീവ് സോയിലിന് മാത്രമാണ് സ്കിം ടെൻസ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അത് ആദ്യമേ മൈൻഡിൽ ഇട്ടേക്കാം, വേറെ ഒന്നിനും നമ്മൾ യൂസ് ചെയ്യില്ല. കൊഹസീവ് സോയിൽ ആണെങ്കിൽ ഉറപ്പായിട്ടും സ്കിം ടെൻസ് ഫോർമുലയിലായിരിക്കും നമ്മൾ ചെയ്യുക. അല്ല സോറി, കൊഹസീവ് സോയിലിനാണ് സ്കിം ടെൻസ് ഫോർമുല യൂസ് ചെയ്യാറുള്ളൂ. സ്കിം ടെൻസ് ഫോർമുല എടുത്ത് പറയും ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാൻ. ഇപ്പൊ സിയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി NC കണ്ടുപിടിക്കണം. NC നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? DF/B റേഷ്യോയ്ക്കാണ്. ഓക്കെ, അപ്പൊ DF എത്രയായിരുന്നു? 4 മീറ്റർ ആണ്. വിഡ്ത്ത് എത്രയാണ്? 2 മീറ്റർ ആണ്. കണ്ടീഷൻ എത്ര വരും? 2 മീറ്റർ ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 2.5 ആണ്. അപ്പം NC കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? ആ ഇക്വേഷനിൽ ഇടുക 5 ഇൻറ്റു, ഞാൻ എഴുതണ്ടല്ലോ, താഴെ എഴുതി കാണിച്ചു തരാം. 5 ഇൻറ്റു ആ ഇക്വേഷനിൽ എഴുതണം. അതിൽ എല്ലിന്റെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കണം? ഇൻഫിനിറ്റി കൊടുക്കണം. കാരണം ഇവിടെ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്. L ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും, കാരണം സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്. ഓക്കെ, എന്നിട്ട് NCയുടെ വാല്യൂ കണ്ടുപിടിക്കുക, ജസ്റ്റ് QNU കണ്ടുപിടിക്കുക. 3 മാർക്കിന് ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കാര്യം സിമ്പിൾ ആണ്. CNC ആണെന്ന് ഓർക്കും, പക്ഷെ ഇനി NC കാണാനുള്ള ഇക്വേഷൻ മറന്നു. അവിടെയാണ് പ്രശ്നം. സിലബസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഇട്ടു എന്നാണ് ഓർത്ത്, മറന്നുപോയി. കിട്ടി. 7 കിട്ടിയില്ലേ? ദെൻ CNC കണ്ടുപിടിക്കുക. C 10 ആണ്, NC 7 ആണ്. അപ്പം 70 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടും. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളും കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് ഇതിനകത്തിന് നോട്ടാണ് എഴുതി വെച്ചത്, മറ്റേ ജനറൽ ഷിയർ, ലോക്കൽ ഷിയർ. അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഫിഗർ വെച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടോപ്പിക് അതായിരുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു. ഈ ക്വസ്റ്റ്യനിൽ ഈ 20 കിലോമീറ്റർ ഒക്കെ തന്നതിന് വേണ്ടിയായിരുന്നു ഗാമ. നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന എല്ലാ ടേമും ചിലപ്പോൾ ആവശ്യമുണ്ടെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് അവരെ നമ്മളെ പറ്റിക്കാൻ എന്തും തരാം. അത് ഇത് കൊള്ളാലോ. ഞാൻ ഓർത്ത് ഇനിയിപ്പോ ഗാമയൊക്കെ ഇട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോന്ന് ഓർത്തു. ഇല്ലല്ലോ, അത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാനാണ്. നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യുക, അതാണ് ഏറ്റവും ആവശ്യം. നമുക്ക് തരുന്ന ചില ടേംസ് ചിലപ്പോൾ ആവശ്യമില്ലായിരിക്കും, അത് ക്വസ്റ്റ്യനിൽ അവർ തന്നേക്കുവാണ്. തരാതിരിക്കായിരുന്നു അവർക്ക്, പക്ഷെ നമ്മളെ ഒരു കൺഫ്യൂഷൻ ആക്കണമല്ലോ. ഓക്കെ.